ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഫുഡ് ട്രാവലർ. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഗ്രീൻ ചിക്കൻ. യെസ്, അതെ, പച്ച ചിക്കനാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ പച്ച മസാലകളൊക്കെ കൂട്ടിയിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്ന ഒരു അടിപൊളി ഡിഷാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മൾ ചിക്കനൊക്കെ കഴുകുകയാണ്. നന്നായിട്ട് കഴുകിയെടുക്കുക. നല്ലതുപോലെ തന്നെ 3-4 തവണ വൃത്തിയായി കഴുകുക. ഇനി നമ്മൾ സ്റ്റൗവിൽ വെച്ചിട്ട് ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കാൻ പോവുകയാണ്. അതിന് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് കൊടുക്കുക. ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിക്കണം. അപ്പോൾ അതിന് വേണ്ടി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്യുക. മഞ്ഞൾപ്പൊടിയൊക്കെ ഒന്ന് അതിലോട്ട് പിടിക്കാൻ വേണ്ടി നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി അതൊന്ന് അടച്ചു വെച്ച് നമുക്ക് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതിൽ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല, കാരണം ചിക്കനിൽ തന്നെ വെള്ളം അത്യാവശ്യത്തിന് ഇറങ്ങും. പിന്നെ ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്ന് ഇതുപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. ഇനി അതിൻ്റെ മസാലകൾ തയ്യാറാക്കാം. അതിന് നമ്മൾ കുറച്ച് മല്ലിയില എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ വലിയ ഉള്ളി ഒരെണ്ണം എടുത്തിട്ടുണ്ട്. ഒരു കഷ്ണം ഇഞ്ചി, ഒരു 2 പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ച് നിങ്ങൾ ചേർക്കുക. ആവശ്യം എരിവ് കുറക്കേണ്ടവർക്ക് കുറക്കാം. പിന്നെ ഒരു 10-12 അല്ലി വെളുത്തുള്ളി, കുറച്ച് വേപ്പില. അപ്പോൾ ഇത്രയൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിനി ആവശ്യത്തിനുള്ള പൊടികൾ, മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ അതിലോട്ട് ഞാനൊരു 1.5 ടീസ്പൂൺ ഗരം മസാലയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന മസാലക്കനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയുടെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർ അധികം ആഡ് ചെയ്യാം. പിന്നെ നമ്മളതിലോട്ട് ആവശ്യത്തിന് ഉപ്പ്. ഇത്രയുമാണ് നമ്മൾ മസാലയ്ക്ക് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. ഇനി ഇതൊന്ന് നന്നായിട്ട് മിക്സിയിലിട്ട് അടിക്കാം. അപ്പോൾ മിക്സിയിലിട്ട് അടിക്കുമ്പോൾ ഒരല്പം വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ നന്നായിട്ട് അടിഞ്ഞു വരില്ല. അപ്പോൾ നമ്മുടെ പച്ച മസാല റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചിക്കൻ എന്തായാലും നോക്കാം. ചിക്കനൊക്കെ നന്നായിട്ട് അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട്. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതൊന്ന് തണുക്കാൻ വേണ്ടി വെക്കാം. നമ്മുടെ ചിക്കനൊക്കെ തണുത്തിട്ടുണ്ട്. നമുക്കപ്പോൾ അതിലോട്ട് നമ്മുടെ മസാല, അടിച്ചു വെച്ചിട്ടുള്ള മസാല ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ചൂടൊന്ന് ആറിയതിന് ശേഷം മാത്രമേ ഇതിലോട്ട് ആഡ് ചെയ്യാൻ പാടുള്ളൂ. ചെറിയൊരു ചൂടൊക്കെ ആണെങ്കിൽ കുഴപ്പമൊന്നുമില്ല, എന്നാലും ഒരു 5 മിനിറ്റ് ഒന്ന് ചൂടാറാൻ വേണ്ടി വെക്കാം. അല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, കൈ പൊള്ളും എന്നുള്ള ഒറ്റ പ്രശ്നമേ ഉള്ളൂ. ഇനി നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മസാലയൊക്കെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്ത് ഒരു അരമണിക്കൂർ, മാക്സിമം 1 മണിക്കൂർ വെക്കുക, അല്ലെങ്കിൽ മിനിമം ഒരു അരമണിക്കൂറെങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. അതിനുശേഷം നമുക്കൊരു പാനിൽ എണ്ണ ചൂടാക്കി എടുക്കാം. അപ്പോൾ നമ്മൾ ചിക്കൻ സാധാരണ പൊരിക്കുന്നത് പോലെ നമ്മൾ അതിൽ മുക്കി പൊരിക്കുന്നില്ല. നമ്മളൊരു മീനൊക്കെ വറക്കുന്ന രീതിയിൽ കുറച്ച് എണ്ണ എടുത്ത് നമ്മൾ ചിക്കൻ വറുത്തെടുക്കാം. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മളിത് ചിക്കൻ ഓൾറെഡി വേവിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഒന്ന് മസാലയൊക്കെ ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടുള്ളൊരു രീതിയിൽ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്ത് ഇതുപോലെ വേവിച്ചെടുക്കാം, വറുത്തെടുക്കാം. അപ്പോൾ നല്ലതുപോലെ മസാലയൊക്കെ പിടിച്ച ചിക്കൻ നമ്മൾ എണ്ണയിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി അതൊരു 2 മിനിറ്റ് 3 മിനിറ്റ് കഴിയുമ്പോൾ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. അത് ഈ ഒരു കളർ കണ്ടില്ലേ, ഒരു റെഡ് കളർ, ഈ ഒരു കളറാകുമ്പോഴാണ് നമ്മളൊന്ന് മറിച്ചിട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ എല്ലാ ചിക്കനും ഇതുപോലെ നല്ല അടിപൊളിയായിട്ട് വേവിച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ ഗ്രീൻ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കത് വറുത്ത് കോരിയെടുക്കാം. അപ്പോൾ ഇതുപോലെ ഫസ്റ്റ് ട്രിപ്പ് ചിക്കൻ നമ്മൾ വറുത്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള എല്ലാ ചിക്കനും ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്ത് കോരിയെടുക്കുക. അപ്പോൾ ഞങ്ങൾ ഇന്നിവിടെ ഇതിൻ്റെ കൂടെ കഴിക്കുന്നത് കപ്സ റൈസാണ്. അപ്പോൾ കപ്സ റൈസ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെയാണ് ഞങ്ങളിന്ന് കഴിക്കുന്നത്. അപ്പോൾ കപ്സയുടെ കൂടെയോ പൊറോട്ടയുടെ കൂടെയോ അങ്ങനെ എന്തിൻ്റെ കൂടെയും നല്ല അടിപൊളിയായിട്ട് കഴിക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഐറ്റമാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.
അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോയുമായി കാണുന്നവരേക്കും ബായ്.